കണ്ണൂരിൽ CPM ഗുണ്ടകൾ അക്രമം അഴിച്ചുവിടുന്നുവെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഭരണപരാജയം മറയ്ക്കാനാണ് ശ്രമം. ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പ് നടന്നാൽ പാർട്ടി ഗ്രാമങ്ങളിൽ CPMന് കെട്ടിവെച്ച കാശ് പോലും കിട്ടില്ല. CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷിനും മറുപടി. കണ്ണൂരിൽ ഇനിയും വരും. പുഷ്പചക്രം വയ്ക്കാൻ ധൈര്യമുണ്ടോ എന്നും രാഹുൽ ചോദിച്ചു. അക്രമം അഴിച്ചുവിട്ട് നാടിന്റെ സമാധാനാന്തരീക്ഷത്തെ തകർക്കുവാൻ, ഭരണപരാജയത്തെ ഈ തരത്തിൽ മറ്റു വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യപ്പെടാതെ ഇങ്ങനെ വയലൻസിലൂടെ ഈ ചർച്ചയായിക്കോട്ടെ. കാരണം ഇത് CPMന് കാലാകാലങ്ങളായി CPM അക്രമ രാഷ്ട്രീയ നടത്തുന്നു എന്നുള്ളൊരു ലെജിറ്റിമസി അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർക്കൊരു സേഫർ സൈഡ് ആ പാർട്ടി ഗ്രാമങ്ങളിൽ അവിടെ കഴിയുന്ന ആളുകൾക്ക് മറ്റൊരു രാഷ്ട്രീയ ചോയ്സ് ഉണ്ടോ? അവിടെ മത്സരിക്കാൻ അനുവദിച്ചിട്ടുണ്ടോ ഇതുവരെ CPM? അങ്ങനെ ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പ് നടന്നാൽ CPM അവിടെ കെട്ടിവെച്ച കാശ് പോലും കിട്ടാത്ത പാർട്ടിയായി മാറും. CPMന്റെ ജില്ലാ സെക്രട്ടറി ഇന്നലെ പറഞ്ഞല്ലോ ഇനിയും വന്ന പുഷ്പചക്രം വെക്കുമെന്ന്. ഞാൻ ഇനിയും വരും കണ്ണൂരിൽ. അങ്ങനെ പുഷ്പചക്രം വെക്കാൻ ആംബിയർ ഉണ്ടെങ്കിൽ വെക്കട്ടെ എൻ്റെ നെഞ്ചത്ത്. KK രാഗേഷ് പുഷ്പചക്രമായിട്ട് വരട്ടെ. ഒരു പക്വതയുള്ള രാഷ്ട്രീയ നേതാവിന്റെ വർത്താനാണോ പുഷ്പചക്രം വെക്കുമെന്ന് പറയുന്നത്?